വിചിത്രമായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ ആർക്കും രാജാവാകുവാനായിട്ട് സാധിക്കും. വിചിത്രമായ ഒരു ആചാരവും അവിടെ ഉണ്ടായിരുന്നു. 4 വർഷത്തെ ഭരണത്തിന് ശേഷം അവിടുത്തെ രാജാവ് 5-ാമത്തെ വർഷം വനവാസത്തിന് പോകണം. എന്നാൽ വനവാസത്തിന് പോയ ഒരു രാജാവ് പോലും തിരികെ വന്നിട്ടില്ല. കാരണം ആ വനത്തില് ക്രൂരന്മാരായ കൊള്ളക്കാരുണ്ടായിരുന്നു. അവർ അവിടെ വന്ന ഓരോ രാജാവിനെയും കൊന്നുകളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും എന്തെങ്കിലും ചെയ്യാനോ മറിച്ച് ചിന്തിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോൾ വ്യത്യസ്തനായ ഒരുവൻ, ആരും ചിന്തിക്കാത്ത ഒരുവൻ അവിടെ രാജാവാകുന്നു. അവൻ 3 വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചു. അതിനുശേഷം 4-ാമത്തെ വർഷം തന്റെ സർവ്വ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് കാട്ടിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ക്രൂരന്മാരായ കൊള്ളക്കാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അതിനുശേഷം 5-ാമത്തെ വർഷം വനവാസത്തിന് പോയി ശേഷം തിരിച്ചു വന്ന് വീണ്ടും രാജാവായി അവിടെ ഭരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മളെ ജീവിത വിജയത്തിൽ നിന്ന് പിന്നിലേക്ക് വലിക്കാറുണ്ട്. നിനക്കത് സാധിക്കുകയില്ലെന്ന് നീ പോലും ചിലപ്പോഴെങ്കിലും ഒക്കെ നിന്നോട് പറയാറുമുണ്ട്. മറ്റുള്ളവർ നമ്മളെ പിന്നിലേക്ക് വലിക്കുമായിരിക്കാം. നിന്റെ ചിന്തകൾ പോലും നിന്നെ പിന്നിലേക്ക് വലിക്കുമായിരിക്കാം. പക്ഷേ വിജയം വരിക്കുവാൻ സാധിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ, അതിനുവേണ്ടി നീ പ്രവർത്തിച്ചാൽ ജീവിത വിജയം കാണുവാൻ നിനക്ക് സാധിക്കുക തന്നെ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.